നമ്മൾ ഈ പലരുടെയും റീൽസ് ഒക്കെ കാണുമ്പോഴേ നമ്മൾ വിചാരിക്കും ഓ ഇവരുടെ ഇത് നമ്മുടെ ലൈഫ് ഇങ്ങനെ അല്ലല്ലോ അങ്ങനെയൊക്കെ വിചാരിക്കും. പിന്നീടാണ് ഞാൻ തന്നെ റിയലൈസ് അവരവരുടെ ഒരു നല്ല ദിവസമായിരിക്കും ചിലപ്പോൾ ആ റീലിൽ കാണിക്കുന്നത്. അവർക്കും മോശം ഡേയ്സ് കാണും. തീർച്ചയായിട്ടും എല്ലാതും എനിക്കൊക്കെ ആണെച്ചാൽ മൂഡ് സ്വിങ്സ് ഭയങ്കരമായിട്ടുണ്ട്. നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ബോറടിക്കുന്ന ഒരാളാണ്. അപ്പം എല്ലാ ദിവസവും ഇങ്ങനെ ഒരു പോലെ അത് പറ്റില്ല. അപ്പൊ എന്തോ നമ്മളെ സംബന്ധിച്ചൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ജോലി ആവശ്യങ്ങൾക്കായിട്ട് പുറത്താണ്, എന്നും ഒരേ സ്ഥലത്തുള്ള ജോലി അല്ല നമുക്ക്. ജോലി സ്ഥലങ്ങൾ ഇങ്ങനെ മാറി ആളുകൾ മാറുന്നുണ്ട്, പുതിയ പുതിയ മുഖങ്ങൾ കാണുന്നു. അത് നമ്മളെ സംബന്ധിച്ച് ഒരു എന്താ പറയാ നമുക്കൊരു ഫ്രഷ്നെസ് ആണ്, അതൊരു ഉണർവാണ് നമുക്ക് തരുന്നത്. അങ്ങനെയൊക്കെ ഒന്ന് പോയി, അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിനൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങിയൊക്കെ ഒരു മടുപ്പ് അതങ്ങ് മാറും. ചേച്ചി അയ്യോ അത് പറയാൻ മറന്നു. ഇപ്പൊ ചേച്ചി വീഡിയോ കോൾ വിളിച്ചപ്പോഴത്തേക്കാ ഞാൻ ഷോ ഇവരല്ലേ കഴിഞ്ഞ മാസം ഡിവോഴ്സ് ആയത് ന്യൂസ്. ഇത്ര മനോഹരമായിട്ട് പോകുന്ന ഒരു ഫാമിലിനെ ആണല്ലോ ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് ഡിവോഴ്സ് ആക്കട്ടെ. ഇപ്പൊ ഈ കഴിഞ്ഞ മാസത്തെ ഡിവോഴ്സ് കൂടെ അത് കഴിഞ്ഞു. ഇനി അടുത്തത് എപ്പോഴാണ്? അടുത്ത മാസമായിരിക്കും. ഇത് നിങ്ങള് ആദ്യമൊക്കെ വിഷമം തോന്നുമായിരുന്നു ഇതൊക്കെ കാണും? ആദ്യമല്ല, അതായത് ഈ എഴുത്ത് പരിപാടികൾ ഉണ്ടല്ലോ, അപ്പം ഞാൻ എഴുതുമ്പോ മിക്കവരും ആൾക്കാർ ഓർക്കുന്നത് എന്റെ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ എഴുതുന്നതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, എപ്പോഴോ ഏട്ടനുമായിട്ട് വഴക്കിട്ടിരുന്ന പിണക്കമുണ്ട്, അറിയാലോ ഈ ഇണക്കം എത്രയാണോ അതുപോലെ പിണക്കമുണ്ട്. ആ ഒരു സമയത്ത് എനിക്കൊരു ചെറിയ കയ്യബദ്ധം പറ്റി, ഞാനൊരു എന്താ പറയാ എന്നെ വായിക്കുന്ന ആൾക്കാരുണ്ട്, വായിക്കുന്ന, അപ്പം അവരും നമ്മളുമായിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്യുക, അവരുടെ കമന്റ്സ് ഒക്കെ വായിക്കുക, അയ്യോ അങ്ങനെ പാടില്ല ഇങ്ങനെ വെള്ളി, ഇത്രയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. പക്ഷെ ഈ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ ഒരു 2 മിനിറ്റിനുള്ളിൽ എനിക്ക് മനസ്സിലായി അയ്യോ ഇത് റൂട്ട് മാറി പോകുന്നു. അപ്പൊ തന്നെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. എന്റെ പോസ്റ്റ് നിങ്ങൾക്ക് എന്റെ ഒരു വാളിലും കാണാൻ പറ്റില്ല. പോസ്റ്റ് ഒക്കെ ഡിലീറ്റ് ചെയ്യെങ്കിലും അത് പക്ഷെ വേറെ ആൾക്കാരെടുത്ത് അതങ്ങ് ഭയങ്കര വൈറലാക്കി. എന്നാ ഇതെന്താണ്, ഒരാൾക്ക് മൂഡ് സ്വിങ്സ് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് നമ്മൾക്ക് ഇത് പറ്റില്ല, ഇങ്ങനത്തെ അതൊന്നും എടുത്തു ചാടി ഒന്നും ഇടൂല. എടുത്തു ചാടിന്നല്ല, എഴുത്ത് തന്നെ നിർത്തിയാലോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം വെച്ചാൽ നമ്മൾ എഴുതുന്നതൊക്കെ പണ്ട് മാധവിക്കുട്ടി എന്റെ കഥ എന്ന് പറഞ്ഞ ആത്മകഥ എഴുതുന്ന സമയത്ത് ഒരു പുള്ളിക്കാരി എന്താ പറയാ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് എഴുതുമ്പോ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു സാഹിത്യകാരിയാണ്. അപ്പം എഴുതുമ്പോ എഴുത്തുകാരന്റെ ഭാഷ അല്ലെങ്കിൽ എഴുത്തുകാരന്റെ കൃതികളെല്ലാം അവന്റെ അനുഭവം എന്നാണ് ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് എഴുത്തിൽ എനിക്കും സംഭവിക്കുന്നുണ്ട്. ചേട്ടന്റെ റിയാക്ഷൻ, ചേട്ടൻ വഴക്ക് പറഞ്ഞു ഇനി മേലെ ഇടരുത്. ഏട്ടൻ വഴക്ക് പറയില്ല, ഏട്ടൻ ഭയങ്കര വിഷമായി പോയി. പിന്നെ ഏട്ടനെ സംബന്ധിച്ച് ഏട്ടൻ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് കുളിച്ചൊരുങ്ങി രാവിലെ ഓഫീസിൽ പോന്നു. ഞാനില്ലാത്തപ്പോ മാധുവിനെ നോക്കുന്നു, ഞാൻ മിണ്ടുന്നില്ല, ലക്ഷ്മി മിണ്ടുന്നില്ല, അല്ലെങ്കിൽ ജയ്ഷേട്ടൻ മിണ്ടുന്നില്ല എന്നും പറഞ്ഞിരിക്കുന്നു. അത് 2 ദിവസം കഴിയുമ്പോ ആ പിണക്കം അങ്ങ് മാറും. പോസ്റ്റ് ഒക്കെ ഇട്ടു. അപ്പോഴത്തേക്ക് പിന്നെ ആ സമയത്ത് കുറച്ച് ദിവസങ്ങൾ മിണ്ടാതിരുന്നിരുന്നു. അത് ശരിയാണ്, അങ്ങനെ മിണ്ടാതിരുന്നത് അത്ര തന്നെ ഉണ്ടായിട്ടുള്ളൂ. അതിൽ കവിഞ്ഞിട്ട് അങ്ങനെ ഒരു വ്യക്തി എന്റെ ലൈഫിൽ ഇല്ലാത്തത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഈ പോസ്റ്റ് ആളുകൾ ഷെയർ ചെയ്തപ്പോഴാണോ മനസ്സിലായത് ഞങ്ങൾക്ക് തമ്മിൽ പിരിയാൻ പറ്റൂല എന്നുള്ളത്? അല്ലല്ല, പിരിയാൻ പറ്റില്ല എന്നുള്ളത് അത് എഴുതുമ്പോഴും അതല്ല, ആളുകൾ ഷെയർ ചെയ്തപ്പോഴേ പേടിച്ചു അതും പേടിച്ചു, ഭയങ്കര പാനിക്കായി. അപ്പം എന്നെ ഇങ്ങനെ ആൾക്കാർ വിളിക്കുന്നു, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഓടി വീട്ടിൽ വരുന്നു. സിനിമയിലുള്ള എത്ര പേര് എന്റെ വീട്ടിൽ വന്നറിയോ? കാരണം ഞങ്ങളെ ഒരു ഡിവോഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഞങ്ങളെ വേറൊരു രീതിയിൽ ചിന്തിക്കാൻ പറ്റില്ല. കാരണം ലക്ഷ്മി എന്ന് പറയുമ്പം ജയ്ഷേട്ടൻ അവിടെ ഉണ്ട്, ജയ്ഷേട്ടൻ എന്ന് പറയുമ്പോൾ ലക്ഷ്മി ഉണ്ട്. ഞങ്ങൾ ഇല്ലാത്ത ഒരു ചേച്ചിനെ പറയുന്നത് പട്ടണക്കാട് പുരുഷോത്തമന്റെ അഡ്രസ്. ഇനിയിപ്പം ഞാൻ ഡിവോഴ്സ് അല്ല, എനിക്ക് എന്ത് പറ്റിന്ന് പറഞ്ഞാലും അത് മാറ്റാൻ പറ്റില്ല. അപ്പൊ അതൊന്നുമല്ല, എന്നെ സംബന്ധിച്ചതൊരു ഭയങ്കരമായ ഒരു വൈകാരിക ബന്ധമാണ്. ജയ്ഷേട്ടന് ഞാൻ എന്റെ 16 വയസ്സ് തൊട്ടുള്ള ശീലമാണ്. ഇപ്പൊ എനിക്ക് 40 വയസ്സായി. ഇത്രയും 24 വർഷമായിട്ട് എന്റെ ടീനേജ് മുതൽ ഞാനൊരാളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒപ്പം വളർന്ന ഒരു കുട്ടിയാണ് ഞാൻ. ഇപ്പോഴും ജയ്ഷേട്ടൻ എന്നെ മാധുവിനെയും വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ലക്ഷ്മി മാധുവിനെക്കാട്ടി ഇച്ചിരി വലുത്, അത്രയല്ലേ ഉള്ളൂ ലക്ഷ്മി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ്. ഏട്ടൻ ശരിക്കും പറയാൻ എന്നെ ഒരു മകളെ പോലെയൊക്കെയാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏട്ടനെ ഭയങ്കര എഫക്ട് ചെയ്തിരുന്നു. ചേട്ടൻ അതായത് ഒരു 16 വയസ്സ് ഒരു
ഒന്നും ഇല്ലാത്ത ഒരു കുട്ടീനെ വളർത്തി വലുതാക്കി എടുത്തു ഏട്ടന്റെ ഇഷ്ടത്തിന്. ഏട്ടനേട്ടനതാ ഇഷ്ടത്തിൽ എന്നെ മോൾഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. ചേച്ചിയുടെ ഒരു ചൈൽഡിഷ് വേർഷൻ കാണണമെങ്കിൽ അപ്പൊ ഏട്ടനാണ് ചൈൽഡിഷ് അല്ല, എല്ലാത്തരം വെച്ചാൽ മതി. അപ്പൊ ഏട്ടനടുത്ത് ചോദിക്കും, ലക്ഷ്മി ഏറ്റവും നന്നായിട്ട് എന്താ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ വഴക്ക്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ പബ്ലിക്കിന്റെ അടുത്തൊന്നും വഴക്കിടില്ല, ഒന്നുമില്ല. ഇവിടുന്നൊക്കെ എന്തെങ്കിലും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ എടുത്ത് വെച്ചിട്ട് കംപ്ലീറ്റ് അങ്ങോട്ട് അയച്ചെറിയുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു അവിടെ, എന്താ ഉണ്ടായേ, ഓ അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കും. ഏട്ടനറിയാം ഞാൻ ഇങ്ങനെ പറയുമ്പോ എനിക്ക് എന്തോ ഫീൽ ചെയ്യുന്ന കാര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എല്ലാത്തരം ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യുന്ന, ഇനി ഒരാൾക്ക് ക്ഷമിക്കാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ പോലും അതും ചെന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ജയശ്രീയേട്ടൻ. എന്റെ ഒരു കോടതി, എന്റെ സ്കൂൾ അധ്യാപകൻ, അല്ലെങ്കിൽ എന്റെ അച്ഛൻ, എന്റെ ഹസ്ബൻഡ്, എല്ലാം ഫ്രണ്ട്, എല്ലാം ഏട്ടനാണ്. എല്ലാം അവിടെയാണ്. അപ്പൊ ഏട്ടന് ഭയങ്കര ഹേർട്ട് ചെയ്തു, ഏട്ടന് ഭയങ്കര വിഷമായി. ഏട്ടനെന്ന് വെച്ചാൽ അപ്പൊ തന്നെ ആൾക്കാർ ഇങ്ങനെ വിളിച്ചിരുന്നു, ലക്ഷ്മിയോ എന്നെയോ ഡിവോഴ്സോ, ഞാൻ അറിഞ്ഞില്ലല്ലോ, ഞാൻ വീട്ടിൽ നിന്നാണല്ലോ വന്നത്. എനിക്ക് ഏട്ടന് ഇത്രയും വിഷമിക്കുന്നുണ്ടെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. ഞാനത് ഇട്ടു, അത് ഡിലീറ്റ് ചെയ്തു, എന്റെ ഫുളിഷ്നെസ് അത് ഡിലീറ്റ് ചെയ്തു, അത് കളഞ്ഞു. പക്ഷേ ഏട്ടന് ഇപ്പോഴും വിദ്യാധരൻ മാഷിനെ പോലെയുള്ള ആൾക്കാര് ഒക്കെ ഏട്ടനെ വിളിച്ചിട്ട് കംപ്ലീറ്റ് അച്ഛന്റെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ വിളിച്ച് ചോദിക്കുമ്പം ഏട്ടന് ഇപ്പോഴും ഭയങ്കര ഒരു വിഷമാണ്. പിന്നെ എവിടെ പോകുമ്പോഴോ നിങ്ങൾ ഡിവോഴ്സ് ആയില്ലേ, ഡിവോഴ്സ്. അപ്പൊ ഏട്ടൻ പിന്നെ ആവണോ എന്ന് ചോദിക്കും, ഏട്ടൻ ചോദിക്കും. അങ്ങനൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, അതെ സന്തോഷമായിട്ട് പോട്ടെ. അതെ, ഇനി അങ്ങനെ ഒരു പോസ്റ്റ് ഇടരുത്. അങ്ങനെ ഒരു പോസ്റ്റ് അല്ല, അതിനുശേഷം എനിക്കൊന്നും ഞങ്ങൾ വഴക്ക് പോലും ഇടും. അയ്യോ, അങ്ങനെ ടച്ച് അങ്ങനെ തന്നെ പോട്ടെ. അതെ അതെ, പിണങ്ങാൻ പേടിയായി. അതിനുശേഷം ഈ ഫോട്ടോസ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ അടി ഉണ്ടാവും പൊതുവെ ഒരു ഉണ്ട് കേട്ടോ. അത് അച്ചിട്ടായിട്ടുള്ള കാര്യം. ഞങ്ങൾക്കിപ്പം ഫോട്ടോസ് ഇടാൻ സത്യം പറഞ്ഞാൽ പേടിയാ, കണ്ണു വിടുന്ന പോലെ ഒരു അനുഭവം ഉണ്ട്. അതുപോലെ തന്നെ കുഞ്ഞിന്റെ മാധുവിന്റെ ഒക്കെ ഫോട്ടോ ഇട്ട് കഴിയുമ്പോഴത്തേന് മാധുവിന് പനി വരിക, അസുഖം വരിക, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് മാധുവിന്റെ ഫോട്ടോസ് ഒന്നും ഇടുന്നത് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. ദൃഷ്ടി ആൾക്കാർക്ക് എപ്പോഴും ഇല്ലേ, നന്നായി ഇരിക്കുന്നു എന്ന് കേൾക്കാൻ ആൾക്കാർക്ക് ഇഷ്ടമല്ല. ഇപ്പോഴത്തെ ഒരു നെഗറ്റീവ് കേൾക്കാനാണ് ഇഷ്ടം. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോസ് കാണാനും ഇഷ്ടമുണ്ടാവില്ലായിരിക്കും. അപ്പൊ ചേച്ചി ശ്രദ്ധിച്ചോ, ഇപ്പൊ ചേച്ചി ഇപ്പം നിങ്ങൾ ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ ഇടുന്നതിനേക്കാളും കൂടുതൽ കമന്റ്സും കോളും വന്നത് ഡിവോഴ്സ് എന്നുള്ള സംഭവം. അയ്യോ സത്യം, എത്ര കല്യാണാലോചനകളോ അതിനിടയ്ക്ക് അതും നടന്നു. അപ്പൊ ഞാൻ ഓർത്തു, അപ്പൊ ഏട്ടനും ചെന്നുണ്ടാവും. പവറാണോ അറിയില്ല. അപ്പൊ ഏട്ടൻ പറഞ്ഞു, എനിക്കും ഇനി ഇവളെക്കാട്ടിലും നല്ലൊരു ഭാര്യയെ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഏട്ടന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് തമാശയായിട്ട് പറയും. വശ്യഗന്ധി നമ്മൾ തമാശക്ക് പറഞ്ഞാണെങ്കിലും അത് ഭയങ്കര വശ്യഗന്ധി തന്നെയാട്ടോ. ഞാൻ ചേച്ചിയെ പെർഫ്യൂം അടിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ എന്റെ മൂന്നാമത്തെ ബോട്ടിലായിപ്പോ ഞാൻ അതിന് ഭയങ്കര അഡിക്റ്റഡ് ആണ്. അതായത് താത്താതേ ഊർമിള ഉണ്ണി ആന്റി ഞങ്ങൾ ഒരുമിച്ച് സിനിമ ചെയ്യുന്ന സമയത്ത് തന്നെ പുള്ളിക്കാരി ഇത് സെയിലിംഗ് ഒക്കെ ഇപ്പോഴല്ലേ തുടങ്ങിയത്, അതിന് മുൻപ് തന്നെ പുള്ളിക്കാരി ഇതാണ് പിന്നെ ഇവരുടെ കുടുംബത്തിൽ ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പൊ അത് ഉപയോഗിച്ചിട്ടാണ് താത്താത്തൈ വരിക. അപ്പം താത്താത്തൈന്നാ വിളിക്കുന്നത് ഊർമിള ഉണ്ണി ആന്റിയെ. അപ്പം ഇങ്ങനെ വരുമ്പോ തന്നെ എന്തൊരു മണമാണ്. ഞാനിങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മണം. അപ്പൊ അത് വിപണിയിൽ ഇറക്കി എന്ന് പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ചേച്ചിയാ. ഇപ്പൊ എന്റെ മൂന്നാമത്തെ ബോട്ടിൽ ഇപ്പൊ അവര് തൈലവും ഇറക്കുന്നു. അപ്പൊ എനിക്ക് അതും വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുക. ഞാൻ നേരത്തെ അടിച്ചപ്പോഴത്തേക്ക് മറ്റേ പനേന്നൊക്കെ യക്ഷി ഇറങ്ങി വരുന്നൊരു മണം, അതേപോലെ എന്താ മനസ്സിലാവുന്നില്ല സംഭവം. ഒരു പ്രത്യേക തരം ഒരു മതിപ്പിക്കുന്ന ഉണ്ടാക്കുന്ന ഒരു സത്യം. ചേച്ചി അതേപോലെ ചേച്ചി ഇനി എനിക്കൊന്നൊരു 10 വർഷം കഴിഞ്ഞാലും ഏതൊരു ബിഗ് ബോസ് സീസൺ വന്നാലും ഒരു തവണയെങ്കിലും ഒരു കമന്റ് ബോക്സിലെങ്കിലും ഒരു റിവ്യൂവർ എങ്കിലും പറയാതെ പോകത്തില്ല. ആണല്ലേ? ഞാൻ അത്രത്തോളം നോക്കാറില്ല. കറക്റ്റ് എല്ലാവരും. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു ഏതോ ഒരു കണ്ടസ്റ്റന്റിനെ ചേച്ചിനെ വെച്ച് കമ്പയർ ചെയ്ത ആളുകൾ ലക്ഷ്മി പ്രിയനൊക്കെ വെച്ചിട്ടാണോ കമ്പയർ ചെയ്യുന്നത്? പുള്ളിക്കാരത്തെയൊക്കെ മറ്റേ മാസ്റ്റർ പ്ലെയർ ആയിരുന്നു. ശരിക്കും ചേച്ചി ഒരു ഗെയിം പ്ലാനോട് കൂടിയാണോ ചേച്ചി? ഞാനായിട്ടല്ലേ നിന്നത്. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സംഭവമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോത്തതേ ഇല്ലായിരുന്നു. എന്റെ ഇന്നസെൻസ് കൊണ്ടാണ് ഞാൻ ആ പ്രോഗ്രാമിലേക്ക് പോയത് തന്നെ. ഞാൻ ഷോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഞാൻ പറയാം ഞാൻ പോവില്ലായിരുന്നു. പക്ഷെ ഞാൻ കണ്ടിട്ടേ ഞാനായിട്ട് സത്യത്തില് ആദ്യമൊക്കെ ഇത് എങ്ങനെയാ ബിഹേവ് ചെയ്യേണ്ടത് സത്യത്തിൽ എനിക്ക് അറിയില്ല. കാരണം വെച്ചാൽ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, എനിക്ക് സങ്കടം വരുന്നുണ്ട്. അപ്പൊ എനിക്കിത് ഇങ്ങനെ ചെയ്യാമോ, ഇങ്ങനെ റെസ്പോണ്ട്, ഞാൻ വളരെ ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാമോ എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എപ്പോഴും ഞാൻ റെസ്പോണ്ട് ചെയ്തപ്പോ തന്നെ ലാലേട്ടൻ വന്നിട്ട് ആ ഒരു എപ്പിസോഡിൽ ഇങ്ങനെ പറയാം, ഇങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് പ്രേക്ഷകർ എല്ലാരും പറയുന്നു. അപ്പോഴാണ് എനിക്ക് ഇതിലൊരു ട്രാക്ക് മനസ്സിലായത്, എന്ന് എനിക്ക് മനസ്സിലായത് ശരിക്കും അപ്പോഴാണ്. ശരിക്കും